ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജാനകിയും വാസുവും ഇരുന്ന് ആലോചിക്കുകയാണ് എന്താണോ നടക്കുന്നത് ഈ വീട്ടിൽ എന്ന്. എന്നിട്ട് ജാനകി വാസുവിനോട് ചോദിക്കുകയും ചെയ്യാണ്, അല്ല ഏട്ടാ, എനിക്ക് അതിശയം തോന്നുന്നു ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട്. ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് ജോലിക്കാരിയായിട്ട് വന്ന പെണ്ണ ഈ ചന്ദ്രിക. വാസുവും അത് കേട്ട് മൂളുകയാണ്. എന്നിട്ട് ജാനകി പറയാണ്, ഇപ്പോൾ ആ പെണ്ണ് മഹേന്ദ്രൻ ചേട്ടൻ്റെ മകളാണെന്ന് പറയുന്നു. സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഏട്ടാ. എനിക്കും ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പക്ഷേ യാതൊരു തെളിവുമില്ലാതെ ചന്ദ്രിക തൻ്റെ മകളാണെന്ന് നിൻ്റെ ചേട്ടൻ പറയുമോ? ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ചന്ദ്രികയാണ് മഹേന്ദ്രൻ ചേട്ടൻ്റെ മകളെന്ന് പറഞ്ഞാൽ പിന്നെ മേഘ ആരാണ്? മേഘയുടെ ശരിക്കുള്ള അച്ഛനമ്മമാർ ആരാ? അയ്യയ്യോ, ഇതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ലല്ലോ. വാസു പറയാം. മേഘ ഈ വീട്ടിലെ അവകാശിയായി വന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് ജാനകി. അതെന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പതുക്കെ 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 ജാനകി പതുക്കെ പറയേ, മേഘ കേൾക്കും. മേഘ എങ്ങാനും ഈ കാര്യം പറയുന്നത് കേട്ടാൽ അവൾക്ക് വിഷമാവില്ലേ? അയ്യോ, അത് തന്നെ, അത് ഞാൻ മറന്നുപോയി. നോക്ക് ജാനകി, നമ്മളെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? മേഘ നമ്മളെയാണിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ സമാധാനമായി കഴിയണമെങ്കിൽ മേഘയുടെ സപ്പോർട്ട് വേണം. മേഘ ആരുടെ മകളായാലും നമ്മൾക്കെന്താ? നമ്മളിപ്പോൾ മേഘയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. കേട്ട് ജാനകി പറയാണ്, ആ ഏട്ടൻ പറഞ്ഞത് ശരിയാ. ആപത്ത് സമയത്ത് നമ്മളെ സഹായിച്ചത് മേഘയാണ്. നമുക്കിപ്പോൾ എന്തു തന്നെയാണെങ്കിലും മേഘ തന്നെയാണ് പ്രധാനം. പിന്നെ കാണിക്കുന്നത് അനുവാദമില്ലാതെ മനീഷ് ഓഫീസിലേക്ക് ഓടിക്കയറുകയാണ്, മേഘ മേഡത്തിൻ്റെ മുറിയിലേക്ക്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ചോദിക്കുകയാണ്, ആ സാർ എങ്ങോട്ട് പോകുന്നു? സാർ എങ്ങോട്ട് പോവാണ്? മേഘ മേഡത്തിനെ കാണണം. സാർ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല. അപ്പോയിൻമെൻറ്റ് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുക മേഘ മേഡം ഇപ്പോൾ. അതുകൊണ്ട് അപ്പോയിൻമെൻ്റ് എടുക്കാതെ മേഘ മേഡത്തിനെ കാണാൻ പറ്റില്ല. അത് വളരെ അത്യാവശ്യ കാര്യമാണ്, എനിക്കവരെ കണ്ടേ പറ്റൂ. സോറി സാർ, നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പിന്നെ വരണം. കമ്പനി പണം മിസ്സായതിനെപ്പറ്റി സംസാരിക്കാനാണെന്ന് പറയൂ മേഡത്തോട്. എങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറയൂ. സാർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ ചോദിച്ചിട്ട് വരാം. എക്സ്ക്യൂസ് മീ മാം. യെസ്, വരൂ. മേഡത്തിനെ കാണാൻ മനീഷ് സാർ വന്നിട്ടുണ്ട്. ഞാൻ അയാളെ കമ്പനിയിലേക്ക് കയറ്റരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? സോറി മാഡം, അനുവാദം വാങ്ങാതെയാണ് വന്നിട്ടുള്ളത്. മേഡത്തിനെ കാണാതെ പോവില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കമ്പനിയിൽ നിന്നും മിസ്സായ പണത്തിനെ പറ്റി എന്തോ പറയാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്ത് കാര്യമായിരിക്കും? ശരി, അദ്ദേഹത്തോട് അകത്തേക്ക് വരാൻ പറയൂ. ഓക്കെ മാം. മേഡം സാറിനോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം പറയൂ. കമ്പനിയുടെ പണം മോഷ്ടിച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ മേഘ ഞെട്ടി. ഇരുന്ന ഇരിപ്പിൽ നിന്നും എണീറ്റ് എന്നിട്ട് ചോദിക്കുകയാണ്, വാട്ട്? അതേ മേഘ, കണ്ടു. ആരാ പണം മോഷ്ടിച്ചത്? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പണം മോഷണം പോയ സ്ഥലത്തുനിന്ന് ഒരു കടയിൽ നിന്നും അതിൻ്റെ CCTV ഫുട്ടേജ് കിട്ടി. പണം എടുത്തത് ആരാണെന്ന് വ്യക്തമായി കാണുന്നുണ്ട്. അയ്യോ, അപ്പോൾ ചന്ദ്രനച്ഛനെ കണ്ടുപിടിച്ചോ? മേഘ വല്ലാത്ത വിഷമത്തിലായി. മനീഷ് പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ആ വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇതാ, ഈ ഫോട്ടോയിൽ കാണുന്നയാളാണ് എൻ്റെ വണ്ടിയിൽ നിന്നും പണം എടുത്തത്. ഈ ഫോട്ടോയിൽ കാണുന്നയാൾ ഇവനാണ് പണം എടുത്തതെന്ന് CCTV തെളിവുണ്ട്. അത് കണ്ട് നിന്ന് ഉരുകുകയാണ്. ഇപ്പം തന്നെ ഇവനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം. മേഘ അതുകൂടി കേട്ടപ്പോൾ ഞെട്ടാണ്. അപ്പോൾ മേഘ ചിന്തിക്കുകയാണ്, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാതെ ഇവനെ തടയുന്നത് എങ്ങനെയാണ്? എന്താ മേഘ ആലോചിക്കുന്നത്? ഇത് കമ്പനി കാര്യമാണ് മനീഷ്. ഇത് നമ്മൾ ക്ഷമയോടെ ഡീൽ ചെയ്യണം. നമ്മളെ ഓഫീസ് വഴി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പോൾ മനീഷ് പറയാണ്, ഈ റാസ്കലിനെ നമ്മൾ ഉടനെ പിടികൂടണം. കാരണം എൻ്റെ ജോലി പോയി. ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ പേരും പോയി. കൂൾ ഡൗൺ മനീഷ്, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ ചോദിക്കുമ്പോൾ ആ CCTV ഫുട്ടേജ് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരണം. മേഘ മനീഷിനോട് പറയാണ്, ഈ കേസ് കഴിയുന്നതും നിനക്ക് വീണ്ടും ജോലിയിൽ കയറാം. പിന്നെ മനീഷ് മേഘയോട് പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പേരിലൊരു ആക്ഷൻ എടുക്കണം. ഞാൻ നോക്കിക്കോളാം മനീഷ്, നീ സമാധാനമായിട്ട് പോയിക്കോ. ഓക്കെ മേഘ, ഞാൻ ഇറങ്ങാം. മനീഷ് പോയി കഴിഞ്ഞപ്പോൾ മേഘ പറയാണ്, ഇപ്പോൾ തൽക്കാലം അവൻ്റെ കയ്യിൽ നിന്നും അച്ഛനെ രക്ഷിച്ചു. അല്പം അശ്രദ്ധ കാണിച്ചാൽ ഇവൻ CCTV ഫുട്ടേജ് കൊണ്ടുപോയി നേരെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കും. സ്റ്റേഷനിൽ പോകാതിരിക്കാൻ അവനെ എങ്ങനെയാണ് തടയാൻ പറ്റുക? ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും അവിടെ ഇരുന്നു കൊണ്ട് ലക്ഷ്മി എന്തൊക്കെ ചെയ്യാണ്. അവിടെ
മലർ വന്നിട്ട് പറയാണ്, മുത്തശ്ശ എനിക്ക് ഈ കഥയൊന്ന് വായിച്ചു തരാവോ? കഥയാണോ? മോൾക്ക് വായിച്ചു തരാം, ഇവിടെ ഇരിക്കും. ഇത് സിംഹത്തിൻ്റെയും പശുവിൻ്റെയും കഥയാണല്ലോ. മുത്തശ്ശൻ കൊച്ചുമോൾക്ക് ആ കഥയൊക്കെ വായിച്ചു കൊടുക്കുകയാണ്. ലക്ഷ്മി അപ്പോഴേക്കും അത് നോക്കി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. അമ്മേ, അയ്യോ അമ്മേ, എന്തിനാ അമ്മ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ? ഇതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചോളാം അമ്മേ. ചുമ്മാതിരിക്കും ചന്ദ്രികയെ, വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നെങ്കിൽ TV കാണുകയല്ലേ വേണ്ട അമ്മേ. അമ്മ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നത്. ലക്ഷ്മി തിരിച്ചു ചോദിക്കുകയാണ്, ഇപ്പോൾ എന്ത് വലിയ ജോലി ചെയ്തു എന്നാണ് നീ പറയുന്നത്? ഞാനിപ്പോൾ ചീര അരിയുന്നു, നീ വേറെ എന്തെങ്കിലും ജോലി നോക്ക്. എന്താ അമ്മേ? അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ചന്ദ്രികയെ എനിക്ക് ചെറിയ തലവേദന പോലെ തോന്നുന്നു, എനിക്കൊരു കോഫി തരുമോ? ഇപ്പോൾ ഉണ്ടാക്കിത്തരാം സാർ. ചന്ദ്രികയെ ഒരു കാര്യം പറയട്ടെ? പറയണം സാർ. ഇനി മേലിൽ എന്നെ സാറെന്ന് വിളിക്കരുത്, അച്ഛ എന്ന് വിളിക്കുക. എന്താണെന്നറിയില്ല സാർ, സാറെന്ന് വിളിച്ച് ശീലമായിപ്പോയി. അതുകൊണ്ട് പെട്ടെന്ന് അച്ഛ എന്ന് വിളിക്കാൻ എൻ്റെ നാവ് വഴങ്ങുന്നില്ല. മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, അപ്പം നീ ലക്ഷ്മിയെ മാത്രം അമ്മയെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? ശരിക്കും എൻ്റെ മനസ്സ് വിഷമിക്കുന്നുണ്ട്. കേട്ട് ലക്ഷ്മി പറയാണ്, അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്തവളായേട്ടാ. ആദ്യം മുതലേ ചന്ദ്രിക എന്നെ അമ്മയെന്നാണ് വിളിച്ചത്. കേട്ടെ മഹേന്ദ്ര സാർ പറയാണ്, ഞാൻ അത്രയ്ക്ക് ഭാഗ്യം ചെയ്തുള്ളൂ എന്ന് തോന്നുന്നു. അയ്യോ സാർ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ സാർ. ചന്ദ്രിക, വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, ഇനി മുതൽ അച്ഛ എന്ന് വിളിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ ശ്രമിക്കുക എന്ന് പറയാം അച്ഛ എന്നല്ല, ഞാൻ ശ്രമിക്കുക എന്ന് പറയാം സാർ. ശരി അച്ഛ, ഞാൻ ശ്രമിക്കാം. നിൽക്കണേ സാർ, ഞാനിപ്പോൾ കോഫി ഉണ്ടാക്കിയിട്ട് വരാം. കണ്ടില്ലേ, വീണ്ടും സാറേ എന്ന് വിളിച്ചു. അത് കേട്ട് ലക്ഷ്മി ചിരിക്കുകയാണ്. അയ്യോ, അറിയാതെ വിളിച്ചു പോയതാ സാർ. കേട്ട് ലക്ഷ്മി പറയാണ്, ഏട്ടാ പിന്നെ അത് ശീലമായിക്കോളൂ. സമയത്ത് സ്നേഹത്തോടെയുള്ളൊരു അച്ഛൻ്റെ പാട്ടാണ് മോൾക്ക് വേണ്ടി. മുത്തശ്ശനപ്പോൾ മലറിനെ നന്നായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക കോഫിയുമായിട്ട് വന്നു. ആ കാപ്പി എന്ന് പറഞ്ഞ് അച്ഛനെ കൈ കൊടുത്ത്, എന്നിട്ട് പിന്നെ അച്ഛനെ തന്നെ നോക്കിയിരിക്കുകയാണ് ചന്ദ്രിക. അപ്പോഴാണ് മഹേന്ദ്രൻ സാറ് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക ഇങ്ങനെ നോക്കുന്നത്? അച്ഛനും അമ്മയും എത്ര വലിയ വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളോട് ജീവിച്ചതാ. അപ്പോൾ എന്നോടൊപ്പം ഈ ചെറിയൊരു വീട്ടിൽ വന്ന് ഇങ്ങനെ കഴിയുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു അച്ഛാ അമ്മേ. ചന്ദ്രികയെ, ഈ വീട് ചെറുതായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കിവിടെ നിന്ന് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞത്, ആ വീട്ടിൽ താമസിച്ചപ്പോൾ പോലും ഞാൻ ഇത്രയും സന്തോഷത്തോടെ നിന്നിട്ടില്ല. മഹേന്ദ്രൻ സാറും പറയാണ്, അതേ ലക്ഷ്മി, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അവിടേക്ക് സിദ്ധുവും എത്തി. സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് ചന്ദ്രിക. പക്ഷേ ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും കണ്ടിട്ടില്ല. ചന്ദ്രിക ക്ഷണിക്കുകയാണ്, വരണം സാർ. അപ്പോഴാണ് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും സിദ്ധുവിനെ കാണുന്നത്. ഏയ് സിദ്ധാർത്ഥ്, വാ ഇരിക്കേ മഹേന്ദ്രൻ സാർ പറയാണ്. അതുപോലെ തന്നെ ലക്ഷ്മി പറയാണ്, സിദ്ധു ഇരിക്കടാ, വാ ഇരിക്കേ. അപ്പോഴേക്കും മലരും പറയാണ്, സിദ്ധു എന്തോ ഉണ്ട് മലർക്കുട്ടി, സുഖമായിരിക്കുന്നു, എന്താ ചെയ്യുന്നത് എന്ന് ആരംഭത്തിൽ ചോദിക്കുകയാണ് സിദ്ധു എന്നിട്ട് ഉമ്മോടുക്കൊക്കെ ചെയ്യാണ്. എന്താ സിദ്ധു പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ സാറേ? അവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ അങ്കിളെ? നിങ്ങളാരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആ വീട്ടിൽ നിൽക്കുന്നതേ ഇഷ്ടമല്ല, സിദ്ധു പറയാണ്. അപ്പോഴാണ് ലക്ഷ്മി പറയുന്നത്, ഈ വീട്ടിൽ ഞങ്ങൾക്ക് 4 പേർക്കും തന്നെ സ്ഥലമില്ല. എൻ്റെ കൂടെ നീയും കൂടെ പെട്ടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീടിന് താങ്ങില്ല. ഏയ് പേടിക്കാതിരിക്കാൻ്റെ. അപ്പോഴേക്കും സിദ്ധുവിനും കോഫിയുമായിട്ട് ചന്ദ്രിക വന്നു. ഇതാ സാർ. കോഫി കൊണ്ട് കൊടുത്ത ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ് സിദ്ധു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേഘയാണ്. മനീഷ് കാണിച്ച വീഡിയോ കണ്ടപ്പോൾ തന്നെ അപ്സെറ്റായിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മേഘ. അപ്പോഴാണ് ചന്ദ്രൻ അച്ഛൻ വന്നത്. മേഘ, എന്ത് പറ്റി? എന്താ അച്ഛാ? എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്താ മോളെ, എന്താ നീ പറയുന്നേ? എന്ത് പറയാനാ? അല്ലെങ്കിലേ എല്ലാവർക്കും എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്നിട്ട് അച്ഛൻ എരി തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അവർക്കിനിയും എന്നോട് ദേഷ്യം കൂടുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യുന്നു. ഹൗസിൽ നിന്നും മഹേന്ദ്രനെ, അച്ഛനെയും ലക്ഷ്മി അമ്മയെയും എന്തിനാ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചത്? അച്ഛനെന്തിനാ ഗുണ്ടകളെ അയച്ചത്? ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നോ? അല്ല മോളെ, അന്ന് നീ വല്ലാതെ പേടിച്ചതുപോലെ തോന്നി. അതുകൊണ്ടാ. ഒന്ന് നിർത്തുന്നുണ്ടോ അച്ഛാ? ഞാൻ എത്ര തവണ പറഞ്ഞാലും അച്ഛനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെയല്ല മോളെ, മഹേന്ദ്രനും ലക്ഷ്മിയും നിനക്കെതിരെ കേസ് കൊടുത്ത് ജയിലാക്കും എന്ന് പറഞ്ഞ് വിരട്ടിയെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? എനിക്ക് വല്ലാതെ വിഷമായി. അതുകൊണ്ടാണ് ആളുകളെ വിട്ട് അവരെ വിരട്ടാൻ നോക്കിയത്. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്നെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ജാനകി അമ്മായിയും വാസുദേവൻ അമ്മാവൻ പോലും എന്നെ പിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ അവരെ സഹായിച്ചതുകൊണ്ട് അവരെന്നെ ഇപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു.
കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിവിടെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുന്നത്. മഹീന്ദ്രൻ അച്ഛനെയും ജാനകി അമ്മായിയെയും അകറ്റാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കേ അറിയോ. അച്ഛന് ഇതൊന്നും അറിയില്ലല്ലോ. അതൊക്കെ എന്ത് പെട്ടെന്നാണ് ഇല്ലാതാക്കുന്നത്. മഹീന്ദ്രൻ അച്ഛനും ജാനകി അമ്മായിയും ഒരുമിക്കാത്തിടത്തോളം എനിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാം. ജാനകി അമ്മായിക്ക് കൂടി എന്നോട് ദേഷ്യം വന്നാൽ പിന്നെ അത്ര തന്നെ, എല്ലാം അതോടെ തീരും. ഞാൻ ജാനകി അമ്മായിയെ സഹായിക്കുന്നത്, വാസുദേവൻ അമ്മാവനെ ഹെൽപ്പ് ചെയ്യുന്നത്, ആരതിയെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. എനിക്ക് സിദ്ധുവിനെ വിവാഹം കഴിക്കണം. പക്ഷേ അച്ഛനാണെങ്കിൽ ഇപ്പോൾ അതെല്ലാം നശിപ്പിക്കുന്ന മട്ട. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അച്ഛൻ ചെയ്യരുത്. ശരി മോളെ, നീ ദേഷ്യപ്പെടണ്ട. ഇനി മേലാൽ നിന്നോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ ഒരു കാര്യം, ആ മഹീന്ദ്രൻ നിന്നോട് അയാൾ പകരം ചോദിക്കാതെ അടങ്ങില്ല. അവൻ നിന്നോട് പകരം വീട്ടുന്നതിന് മുമ്പ് നീ അവനെ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ മഹീന്ദ്രൻ നമ്മളെ അവസാനിപ്പിക്കും. മഹീന്ദ്രന് ഇപ്പോൾ നമ്മളോട് നല്ല ദേഷ്യമുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും നിനക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കാം. അതിനു മുമ്പായി നീ അയാളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യണമെന്ന് നീ തന്നെ ആലോചിച്ച് പറ മോളെ. എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യണ്ടച്ചാ, വെറുതെ വിട്ടേക്ക്. സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാണ്. കേസ് നടത്തി എന്നോടവർക്ക് ജയിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഞാൻ അച്ഛനോട് പറയാം. അപ്പോൾ അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ശരി മോളെ, നീ എന്നോട് ക്ഷമിക്ക്. എന്നോട് ചോദിക്കാതെയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. സാരമില്ല അച്ഛാ, ഇനി അല്പം ശ്രദ്ധിച്ചാൽ മതി. ശരി, ഞാൻ ഇറങ്ങുന്നു അച്ഛാ. ശരി മോളെ. പിന്നെ കാണിക്കുന്നത് ജാനകിയും ആരതിയും ഒക്കെ ചേർന്ന് പച്ചക്കറിയൊക്കെ മുറിച്ചിടുന്ന തിരക്കിലാണ്. ജാനകി പറയാണ്, എല്ലാ പച്ചക്കറിയും ഒരുമിച്ചിട്ടാൽ നന്നായിരിക്കും. വാസു വന്നിട്ട് ചോദിക്കുകയാണ്, ജാനകി ഞാൻ പുറത്ത് പോയിട്ട് വരട്ടെ? ശരി ഏട്ടാ. ആരതിയും പറയാണ്, ബായ് അച്ഛാ. ബൈ മോളെ. അപ്പോഴാണ് വാസു പോകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നത്. എന്ത് പറ്റി? സുഖം തന്നെയല്ലേ? സുഖം തന്നെ. അന്ന് വന്നപ്പോൾ നിങ്ങളെ കാണാൻ പറ്റിയില്ല. വാസുവിനോട് അയാൾ പറയാണ്, എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് പുറത്തു പോകേണ്ടി വന്നു പറഞ്ഞിരുന്നു. അപ്പോൾ വാസു ചോദിക്കാണ്, എന്താ പെട്ടെന്ന് മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? ഇരിക്കണ്ട, നല്ല കാര്യത്തിനാണ് വന്നത്. ശരി, എന്തിനാ പുറത്ത് നിൽക്കുന്നത്? അകത്തേക്ക് വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. വരണം. വാസു വിളിക്കാണ്, ജാനകി, ആരതി, ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കിയേ. അയാൾ പറയാണ്, നമസ്കാരം. ആരതിയെ പെണ്ണ് കാണാൻ വന്ന ആ ടീമാണത്. അപ്പോഴാണ് ജാനകിക്ക് ഓടിയത്. ജാനകി പറയാണ്, വരൂ, അകത്തേക്ക് വരൂ. അവൻ ആരതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആരതിക്ക് വല്ലാതൊരു ചമ്മൽ തോന്നി. അപ്പോൾ വാസു വിളിക്കാണ്, വാ മോനെ, ഇരിക്കൂ. പയ്യൻ്റെ അച്ഛൻ പറയാണ്, അന്ന് ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒരു ദുശ്ശകുനമായി അങ്ങനെ ഞങ്ങൾ വിട്ടുപോയതാണല്ലോ. അതുകൊണ്ട് ഞങ്ങളും കുറച്ച് പരിഭ്രമത്തിൽ ബന്ധം വേണ്ടാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയി. പക്ഷേ എൻ്റെ മകൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ആരതിയെ മാത്രമേ കഴിക്കൂ എന്ന് പറയാം. അവൻ അങ്ങനെ പറഞ്ഞ് വാശിയോടെ ഇരിക്കുക. ഇവൻ എനിക്ക് ഒറ്റ മോനാ. അവൻ്റെ ആഗ്രഹത്തിന് എതിരായി ഞാനൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാൻ വന്നത്. അത് കേട്ട് മാലതി മുത്തശ്ശി ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ വീണ്ടും പറയാണ്, അന്ന് നടന്ന അപശകുനത്തിന് വിനെയും വരനെയും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പരിഹാരം ചെയ്താൽ ശരിയാവുമെന്ന് തിരുമേനി പറഞ്ഞായിരുന്നു. അപ്പോൾ വാസു ആരതി ജാനകി പറയാണ്, ചെറിയമ്മേ, ആരതിയെ കൊണ്ടുപോയി റെഡിയാക്കി കോഫിയും കൊടുത്തു വിട്. ശരി, വാ ആരതി. പിന്നെ ജാനകി അവരടുത്ത് പറയാണ്, നിങ്ങൾ തിരിച്ചു വരും എന്ന് ഞാൻ അല്പം പോലും വിചാരിച്ചില്ല. എന്നിട്ടും നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പയ്യനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ബന്ധം നഷ്ടപ്പെട്ട് എന്ന് കരുതി ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. പയ്യൻ്റെ മുത്തശ്ശി പറയാണ്, ഭഗവാൻ ഈ രണ്ട് കുടുംബങ്ങളും ഒന്നാവണം എന്ന് വിചാരിച്ചാൽ അത് പിന്നെ ആർക്കും തടുക്കാൻ സാധിക്കില്ല. നമ്മൾ ബന്ധുക്കളാകണം എന്നുള്ളത് ഭഗവാന്റെ നിശ്ചയമാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ വീണ്ടും ഇവിടെ എത്തിച്ചത്. ഒക്കെ കേട്ട് ജാനകി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ആരതിയെ ഒരുക്കിയിട്ട് ചായയും കൊടുത്ത് മുത്തശ്ശി വിടുകയാണ്. ശരി മുത്തശ്ശി. വാ മോളെ, കോഫി എടുത്തോളൂ എല്ലാവരും. പയ്യൻ കോഫി വാങ്ങുന്നതിനിടയിൽ ആരതിയെ തന്നെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ലക്ഷ്മിയും മഹീന്ദ്രൻ സാറും ചന്ദ്രികയും മലരും ഒക്കെ കടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ ചന്ദ്രിക പറയാണ്, അയ്യോ കറണ്ട് പോയല്ലോ. ചന്ദ്രിക വിളക്ക് വെക്കാൻ വേണ്ടി എണീച്ചിരിക്കുകയാണ് കറണ്ട് പോയത് കാരണം. അപ്പോഴാണ് കാണുന്നത് മഹീന്ദ്രൻ സാറ് കൊച്ചുമോളെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. മഹീന്ദ്രൻ സാറ് ഇടയ്ക്കിടയ്ക്ക് വേർപ്പൊക്കെ തുടക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഫാനില്ലാതെ അച്ഛനും അമ്മയും വേർക്കുകയാണല്ലോ. ചന്ദ്രിക പിന്നെ എണീറ്റ് വീശി കൊടുക്കുകയാണ്. ഫാനിന് പകരമായി ചന്ദ്രിക
വീശി കൊടുക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. സീ യു ഓൾ.